സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും സൗജന്യ സേവനങ്ങളും അടക്കം ഒട്ടേറെ കാഴ്ചകളുമായിട്ടായിരുന്നു കൊല്ലം ആശ്രാമം മൈതാനത്ത് എന്റെ കേരളം പ്രദർശന വിപണന മേളയ്ക്ക് അരങ്ങുണർന്നത്. വിവിധ വകുപ്പുകളുടെ സേവനങ്ങൾ തൊട്ടറിയാനും കലാപരിപാടികൾ ആവോളം ആസ്വദിക്കാനും കുട്ടികൾക്ക് അവധിക്കാലം ആഘോഷമാക്കാനും മേളയിലൂടെ സാധിച്ചു. തുടർച്ചയായ 9 വർഷങ്ങളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയതാണെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ഉയർന്ന നിലവാരത്തിലുള്ള റോഡുകളുടെ നിർമ്മാണത്തിനായി ഭൂമി ഏറ്റെടുപ്പിന് ന്യായവില നൽകുന്ന സർക്കാരാണിത്. മലയോര ഹൈവേ, IT പാർക്ക്, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല, ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം, കൊല്ലം തുറമുഖ വികസനം, ജില്ലാ കോടതി, ഓഷ്യനേറിയം, അഷ്ടമുടി ടൂറിസം സർക്യൂട്ട് വികസനം തുടങ്ങി എണ്ണിയാൽ തീരാത്ത പദ്ധതികളാണ് ജില്ലയിൽ നടപ്പിലാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അത് കേവലം സംസ്ഥാന ഗവൺമെന്റിന്റെ മാത്രമല്ല, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ നമ്മുടെ കോർപ്പറേഷനും മുനിസിപ്പാലിറ്റി, പഞ്ചായത്തും ബ്ലോക്കും എല്ലാം ലോക്കൽ ഗവൺമെന്റുകളാണ്. കേരളത്തിൽ മാത്രമാണ് ഇത്രയും ബഡ്ജറ്റ് തുക ഉള്ള. ആകെയുള്ള പ്ലാനിൻ്റെ ഏകദേശം 1/3 തനതായി തന്നെ പഞ്ചായത്തുകൾക്ക്, പ്രദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ പ്ലാനിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇത്രയും തുക വേറെ ഇവിടെ ഇല്ല. ഇതുപോലെ പഞ്ചായത്തുകളില്ല, തദ്ദേശ സ്ഥാപനങ്ങളില്ല. അപ്പോൾ ആ ഗവൺമെൻറ് അതിൻ്റെ ഏകദേശം 4 വർഷമായി. ഇതെല്ലാം ചേർന്ന് നമ്മുടെ ജനങ്ങളുടെ മുന്നിലേക്ക് നടന്ന കാര്യങ്ങൾ വിശദീകരിക്കാനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിനെപ്പറ്റി ആലോചിക്കാനുമാണ് ഇങ്ങനെയുള്ള യോഗങ്ങൾ ചെയ്യുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും സാമ്പത്തിക പ്രതിസന്ധിയിലും വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നും അധ്യക്ഷയായ ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. മേയർ ഹണി M. നൌഷാദ് MLA, ജില്ലാ കളക്ടർ N. ദേവിദാസ്, ഡെപ്യൂട്ടി മേയർ S. ജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, റൂറൽ SP സാബു മാത്യു, ADM G. നിർമ്മൽകുമാർ, IAN PRD മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടർ KS ശൈലേന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ L. ഹേമന്ത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഗെയിം സ്റ്റേഷൻ ഒരുക്കിയ കായിക കേരളത്തിൻ്റെ പവലിയൻ ഏറെ ശ്രദ്ധേയമാകുന്നു. ചലഞ്ചിങ് ഗെയിമുകളാണ് കായിക കേരളത്തിൻ്റെ സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ പ്രായത്തിലുള്ളവരും ഒരുപോലെയാണ് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നത്. എത്ര സമയം വേണമെങ്കിലും ഈ പവലിയനിൽ കുട്ടികൾക്ക് കായിക ഇനങ്ങളിൽ ഏർപ്പെടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ടേബിൾ ടെന്നീസ്, സ്വിസ് ബോൾ ബാലൻസിംഗ്, ഫുട്ബോൾ, ഷട്ടിൽ, ഷൂട്ടിംഗ്, സ്കിപ്പ് തുടങ്ങി നിരവധി കായിക ഇനങ്ങളാണ് സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. കായികത്തിൻ്റെ ഒരു സ്റ്റാളാണ് ഇത്. നമ്മ കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ട് ഒട്ടനവധി ഗെയിം സ്റ്റേഷൻസ് വെച്ചിട്ടുണ്ട്. ഇത് ചാലഞ്ചിങ് ആയിട്ടുള്ള ഗെയിം സ്റ്റേഷൻസ് ആണ് വെച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ നമ്മളുടെ ഹെൽത്ത് വെയിറ്റിന് അണ്ടർ വെയിറ്റ് ആണോ ഓവർ വെയിറ്റ് ആണെന്ന് അറിയാനായിട്ടുള്ള ഒരു BMI ബോഡി മാസ് ഇൻഡെക്സ് അതുകൂടെ നോക്കാനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒട്ടനവധി ചെറിയ കുട്ടികളിൽ നിന്ന് മുതിർന്നവർ വരെ നന്നായി എൻജോയ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റാളാണ് ഇത്. കുട്ടികൾക്ക് എത്ര നേരം വേണമെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലും മുതിർന്ന കുട്ടികൾക്ക് കളിക്കാവുന്ന രീതിയിലും ഒട്ടനവധി സ്റ്റേഷനുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും സ്പോർട്സ് എന്ന ലഹരിയിലേക്ക് മാറ്റുക എന്നതാണ് പവലിയൻ്റെ ലക്ഷ്യം. കൂടാതെ മത്സര ഇനങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതിന് മാതാപിതാക്കൾക്ക് പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കേരളത്തിൻ്റെ കായിക വികസനങ്ങളും അതിൻ്റെ പരിശീലനങ്ങളും എല്ലാം വിവരിക്കുന്ന വിവരണവും ഡിസ്പ്ലേയും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾ വളരെ സന്തോഷത്തോടെയാണ് കായിക കേരള സ്റ്റാളിലെത്തി മത്സരങ്ങളിലും മറ്റും ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അവരുടെ സന്തോഷവും പങ്കുവച്ചു. ഇതിനകത്തിരുന്നിട്ട് ചാടുന്നത് ഇതും ഇഷ്ടപ്പെട്ട്. പിന്നെ എനിക്ക് ഇത് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് പറ്റുന്നില്ല. ആരോഗ്യപരമായ ഭക്ഷണശൈലികളെപ്പറ്റി ബോധവൽക്കരണം നടത്തി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. സ്റ്റാളിൽ ഒരുക്കിയ ഹെൽത്ത് പ്ലേറ്റ് മത്സരത്തിൽ സന്ദർശകർ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ തരംതിരിക്കുന്ന മത്സരത്തിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നുണ്ട്.
ഇതിനോടൊപ്പം തന്നെ കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഭക്ഷണ പിരമിഡും ഒരുക്കിയിട്ടുണ്ട്. കൃത്രിമ ഭക്ഷ്യവസ്തുക്കൾ തിരിച്ചറിയുന്നതിന് ഏലക്ക, കറുവാപ്പട്ട, തേൻ തുടങ്ങിയവയുടെ മായം ചേർത്തതും ചേർക്കാത്തതുമായ വിഭവങ്ങളുടെ പ്രദർശനവും പരിശോധനയും അവതരിപ്പിച്ചു. നല്ല മത്സ്യവും കേടായ മത്സ്യവും തമ്മിൽ തിരിച്ചറിയുന്നതിനുള്ള മത്സ്യ മോഡലുകളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ആളുകളെ ഏറെ വാങ്ങിക്കഴിക്കുന്ന ഷവർമ പാകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അറിയുന്നതിന് ഷവർമ സ്റ്റാൻഡിൽ വേണ്ട സജ്ജീകരണങ്ങളും മാർഗനിർദ്ദേശങ്ങളും വിശദീകരിക്കുന്നുണ്ട്. നിരവധി പേരാണ് സ്റ്റാളിലെത്തി ബോധവൽക്കരണത്തിൽ പങ്കാളികളാവുന്നത്. മായം ചേർക്കുന്നതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകുന്നതിന് വേണ്ടി ഒരു സ്റ്റാൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാളിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കഴിഞ്ഞ ഒരു വർഷം നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് പൊതുജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമായി നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങൾക്ക് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ചിരട്ടയിലും മുളയിലും വിരിഞ്ഞ ഉൽപ്പന്നങ്ങൾ വൻ ഡിമാൻഡാണ് സ്റ്റാളിലുള്ളത്. മൈനാഗപ്പള്ളി ഗ്രീൻ സ്റ്റാറിൽ നിന്നുള്ള പുട്ടുകുറ്റി, നാഴി, തവികൾ, പുറം തേച്ച് കുളിക്കുവാനുള്ള രാമച്ചവടി, അലങ്കാര വസ്തുക്കൾ അടക്കമുള്ള കരകൗശല ഉൽപ്പന്നങ്ങളാണ് സ്റ്റാളിൻ്റെ ആകർഷണം. ബാംബു കോർപ്പറേഷൻ, KSIDC എന്നിവയുടെ പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ നിർമ്മാണ രീതി പഠിച്ചാണ് മൈനാഗപ്പള്ളി സ്വദേശി വിജയകുമാരി നിർമ്മാണം നടത്തുന്നത്. പരിസ്ഥിതി സൗഹൃദത്തിൻ്റെ പാഠങ്ങൾ അടുക്കളയിലേക്ക് പകർന്നു നൽകുന്നതിന് കൂടിയാണ് ഇവർ ഇവിടെ എത്തിയത്. 1 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നത്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സർക്കാർ ഒരുക്കുന്ന അവസരമാണിതെന്നും മൈനാഗപ്പള്ളി സ്വദേശി വിജയകുമാരി പറഞ്ഞു. ഇത് മുളയുടെ പുട്ടുകുറ്റിയാണ്. ഇത് നമുക്ക് കുക്കറിനകത്ത് ഉപയോഗിക്കാം. ഇത് പണ്ട് കാലത്ത് തൊട്ട് ഉള്ളൊരു പുട്ടുകുറ്റിയാണ്. പണ്ടത്തെ അപ്പനും അമ്മയൊക്കെ ഉപയോഗിച്ചത് ഇത് തന്നെയായിരുന്നു. ഇപ്പോഴെല്ലാം അതിൽ നിന്ന് മാറ്റം വന്നതുകൊണ്ട് ഇതിന് പുറത്തേക്ക് മാറ്റി വെച്ചൊരവസ്ഥയായിരുന്നു. ഇപ്പോൾ വീണ്ടും അത് തിരിച്ചു വരുന്ന ഒരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതാണ് പെൻ ഹോൾഡർ, അത് എണ്ണ, സോപ്പ്, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ലൈറ്റുകൾ, ഈ ചായ കുടിക്കാനുള്ള കപ്പ്, സൂപ്പ് ട്രേ, ആ ജാറുകൾ, ഇതൊക്കെ ജാറുകൾ ഡൈനിങ് ടേബിളിൽ ഉപ്പിട്ട് വയ്ക്കാം. വ്യത്യസ്തമായ മുളയുടെ ഉൽപ്പന്നങ്ങളും ചിരട്ടയുടെ ഉൽപ്പന്നങ്ങളും വാങ്ങുവാനായി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് സ്റ്റാളിൽ എത്തുന്നത്. പുതിയ തലമുറ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മുള ഉൽപ്പന്നങ്ങളും അതിൻ്റെ നിർമ്മാണ രീതികളും ചിരട്ട ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികളും വിജയകുമാരി കാണികൾക്കായി വിശദീകരിക്കുന്നുണ്ട്. കൊല്ലം ജില്ലയിലെ 7 തരം മണ്ണിനങ്ങളും കേരളത്തിലെ പ്രധാന 15 ഇനം മണ്ണിനങ്ങളുമാണ് മണ്ണ് സംരക്ഷണ മണ്ണ് പര്യവേക്ഷണ വകുപ്പിൻ്റെ പവലിയനിലൂടെ അടുത്തറിയുവാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. കൃഷിയിടങ്ങളിൽ സമൃദ്ധമായ വിളവ് ലഭിക്കണമെങ്കിൽ മണ്ണ് ഫലഭൂഷ്ടിയുള്ളതും ഉൽപാദനക്ഷമതയുള്ളതുമായിരിക്കണമെന്നതിനാൽ ഈ പവലിയനിൽ അറിവ് തേടിയെത്തുന്നവരുടെ എണ്ണവും കുറവല്ല. മണ്ണിൻ്റെ രാസഭൗതിക ഗുണങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് നേടി കൃഷി ചെയ്താൽ വളപ്രയോഗവും ഫലപ്രാപ്തിയും പൂർണ്ണതയിലെത്തുകയുള്ളൂ. ഒപ്പം തന്നെ ഇത് കൃഷി ചെലവ് കുറയ്ക്കുവാനും സഹായകമാകും. കൃഷിയിടത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ മണ്ണ് സാമ്പിളുകൾ ശേഖരിക്കേണ്ട ലളിതമായ രീതിയും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. സോയിൽ കൺസർവേഷൻ സർവേ ഓവർസിയർ ആശ വാട്ടർ ഷെഡിനെ കുറിച്ച് സന്ദർശകർക്ക് വിശദീകരിച്ച് നൽകുന്നുമുണ്ട്. ഇത് നമ്മൾ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൻ്റെ സ്റ്റാളാണ്. നമ്മൾ മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിൽ ഇപ്പം മണ്ണിനെ കുറിച്ചുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ മണ്ണിൻ്റെ മോഡൽസൊക്കെ ആണ് ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ വെച്ചിട്ട് മണ്ണ് സംരക്ഷണ വകുപ്പിന് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെയാണ് ഇത്. നമ്മളിപ്പോൾ ഒരു മണ്ണ് സംരക്ഷണ വകുപ്പ് ചെയ്യുന്നത് ഒരു വാട്ടർ ഷെഡ് മോഡലിലാണ് നമ്മൾ പദ്ധതികളൊക്കെ ചെയ്യുന്നത്. കേരള
നഗരവികസനം കൺമുന്നിലെത്തിക്കുന്ന മേളയിൽ കുടുംബസമേതമായിരുന്നു ആളുകൾ ഒഴുകിയെത്തിയത്. സർക്കാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയും ഭാവിയിലേക്കുള്ള ദിശ പകർന്നു നൽകുന്ന വിവിധ സെമിനാറുകളിൽ പങ്കെടുത്തും അവസരങ്ങൾ പൂർണ്ണമായി വിനിയോഗിച്ചാണ് ഓരോരുത്തരും മൈതാനം വിട്ടത്. കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ മലയാളികളുടെ ഭക്ഷണശീലങ്ങളിൽ സമഗ്രമായ മാറ്റമുണ്ടായെന്നും ഭക്ഷണത്തിൻ്റെ കുറഞ്ഞ ആൻറ്റി ഓക്സിഡൻറ്റ് നിലനിർത്താൻ ജൈവ പ്രകൃതി കൃഷിക്ക് ആവശ്യമാണെന്നും വിഷയം അവതരിപ്പിച്ച കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ബി രഞ്ജൻ അഭിപ്രായപ്പെട്ടു. എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായാലും സെമിനാർ കഴിഞ്ഞാൽ എല്ലാവരും അവിടെ വിസിറ്റ് ചെയ്യണം. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റില് കൃഷി മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ കൃഷിയോടൊപ്പം തന്നെ ആരോഗ്യം, മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ, ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഇന്ന് നമ്മുടെ ആരോഗ്യ മേഖലയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. കാർഷിക മാലിന്യം കൃത്യമായി ഉപയോഗിക്കണമെന്നും മണ്ണിൻ്റെ സ്വാഭാവിക ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കണമെന്നും വ്യക്തമാക്കി. കൃഷി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ബീന ബോണിഫസ്, MS അനീസ, ആത്മ പ്രോജക്ട് ഡയറക്ടർ S ഗീത തുടങ്ങിയവർ പങ്കെടുത്തു. പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ PS ഇന്ദു സെമിനാർ നയിച്ചു. ഏത് മൃഗത്തിൻ്റെ കടിയേറ്റാലും ഉടനെ പേവിഷബാധയ്ക്കെതിരായ ചികിത്സ തേടണമെന്നും നിരന്തരം മൃഗങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് മൃഗങ്ങളുടെ കടിയേൽക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പ്രീ എക്സ്പോഷർ വാക്സിൻ എടുത്തിരിക്കണമെന്നും ഡോക്ടർ PS ഇന്ദു വ്യക്തമാക്കി. സമൂഹത്തിൽ പേവിഷബാധ വാക്സിൻ സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൻ്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ജില്ലാ സർവേലൻസ് ഓഫീസർ ഡോക്ടർ ശരത് രാജൻ അധ്യക്ഷനായിരുന്നു. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജീവൻ, മാസ് മീഡിയ ഓഫീസർ S പ്രദീപ്, സർക്കാർ മെഡിക്കൽ കോളേജ് അധ്യാപിക ഡോക്ടർ നിരഞ്ജന കണ്ണൻ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ശാലിമ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ തുടങ്ങിയവരും പങ്കെടുത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് കരൾ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന സെമിനാറിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ ടീനേജ് പ്രായക്കാരിൽ ഉൾപ്പെടെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇത്തരം സെമിനാറുകളുടെ പ്രസക്തി ഏറെയാണെന്ന് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് പറഞ്ഞു. അവർ പട്ടിണി ഇരിക്കുകയും അവസാനം വാങ്ങി മേടിച്ചുണ്ടാക്കി കഴിച്ചവർ അവരുടെ വിശപ്പടക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചു പോകുന്നത്. നിരവധി വിഷയങ്ങൾ, പുതിയ തലമുറയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അതിനെല്ലാം അഡ്രസ് ചെയ്യുന്നതിനും അവരെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നതിനും അതിനെക്കുറിച്ച് ഓരോ അസുഖത്തെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനും ഇപ്പോൾ കരരോഗം മാത്രമല്ല നമ്മുടെ ആയുർവേദവുമായി അറിയാം കർക്കിടകത്തിലെ ആരോഗ്യത്തെ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും നടന്നു. ഡോക്ടർ രശ്മി S രാജ്, ഡോക്ടർ റസിയ, ഡോക്ടർ MK അരുൺ മോഹൻ, ഡോക്ടർ ആര്യ കൃഷ്ണൻ എന്നിവരാണ് സെമിനാർ നയിച്ചത്. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ A അഭിലാഷ്, ഭാരതീയ ആയുഷ് മിഷൻ DPM ഡോക്ടർ പൂജ തുടങ്ങിയവരും സംസാരിച്ചു. നാല് വർഷത്തെ ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ പ്രതിപാദിക്കുന്ന ഡോക്യുമെൻ്ററികളും ആരോഗ്യവകുപ്പിൻ്റെ സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. പ്രമേഹ പരിശോധന, BP പരിശോധന എന്നിവയും ഇവിടെ സൗജന്യമാണ്. ഹെൽത്ത്, DEIC എന്നിവയുടെ സ്റ്റാളുകളും ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റിൻ്റെ സ്റ്റാളാണ് ഇത്. അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ സ്റ്റാള്. ഇവിടെ നമ്മൾ വിവിധതരം മൊസ്കിറ്റോയുടെ ലാർവകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഗപ്പി ഫിഷ്, മൊസ്കിറ്റോ കഴിക്കുന്ന ഗപ്പി ഫിഷിനെയും പിന്നെ അവിടെയുള്ള വിവിധ ഉപകരണങ്ങൾ, ഫോഗിങ് മെഷീൻ, ISSൻ്റെ മെഷീൻ, ULB വിവിധ മെഷീനുകൾ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റാളാണ്. DBC യൂണിറ്റിൽ വിവിധ രോഗം പരത്തുന്ന കൊതുകുകളെക്കുറിച്ച് അറിവ് പകരുന്നതിനും അതിൻ്റെ
ലാർവകളും പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഫോഗിംഗ് യന്ത്രവും കൊതുക് നിവാരണ ഉപകരണങ്ങളും പ്രദർശനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് സ്റ്റാൾ സന്ദർശിച്ച് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. തീം പവലിയനിൽ ഒരുക്കിയിട്ടുള്ള കൃഷി വകുപ്പ് സ്റ്റാളിൽ ഡിജിറ്റൽ അഗ്രികൾച്ചർ മേഖലയിലെ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അനുഭവവേദ്യമാക്കുന്ന തരത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഡ്രോൺ സംവിധാനത്തിൻ്റെ കൃഷിയിടത്തിലെ സാധ്യതകളെക്കുറിച്ച് കർഷകർക്കും പൊതുജനത്തിനും അവബോധം സൃഷ്ടിക്കുന്നതിനും ഡ്രോൺ പ്രവർത്തനം അടുത്തറിയുന്നതിനും ലൈവ് ഡെമോൺസ്ട്രേഷനും ഒരുക്കിയിട്ടുണ്ട്. കൃഷി വകുപ്പിൻ്റെ സ്വന്തം ബ്രാൻഡായ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെയും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന സമഗ്ര ആശയത്തിൽ നിലവിൽ വന്ന ഖദർ ആപ്പ് രജിസ്ട്രേഷൻ ഹെൽപ്പ് ഡെസ്കും കൃഷി വകുപ്പ് നടപ്പാക്കുന്ന വിവിധ ഫ്ലാഗ്ഷിപ്പ് പദ്ധതികളെ സംബന്ധിച്ച് വിവരങ്ങളും ലഭ്യമാകുന്ന ഹെൽപ്പ് ഡെസ്കുകളും നൂതന പദ്ധതികളെക്കുറിച്ച് കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. വിളകളിലെ കീട നിയന്ത്രണം സംബന്ധിച്ച് സമഗ്രമായ വിവരണങ്ങൾ ലഭ്യമാക്കുന്ന ക്രോപ്പ് ഹെൽത്ത് ക്ലിനിക്കും പ്ലാൻ ഡോക്ടർ സേവനവും സജ്ജീകരിച്ചിട്ടുണ്ട്. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും പൊതുജന പങ്കാളിത്തം കൊണ്ട് സജീവമാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിൽ ഒരുക്കിയ ഡിജിറ്റൽ അഗ്രികൾച്ചറൽ തീം സ്റ്റാളിൽ കാർഷിക മേഖലയിലെ ആധുനിക സാങ്കേതിക വിദ്യകൾ, വൈജ്ഞാനിക സാങ്കേതിക വിദ്യകൾ, വെളിച്ചം, അനുഭവം എന്നീ ആപ്പുകൾ പരിചയപ്പെടുത്തുകയും ഖദർ ആപ്പ് തത്സമയ കർഷക രജിസ്ട്രേഷൻ നടത്താനും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇൻഫർമേഷൻ സെൻറ്റർ, വിള ആരോഗ്യ പരിപാലന കേന്ദ്രം എന്നീ സംവിധാനങ്ങളും കേരള മെയ്ഡ് ഫുഡ് വൈൻ, നിള കേരള ഗ്രോ ബാൻഡ് ഉൽപ്പന്നങ്ങൾ, മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ, തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്നതിനായി ആവിഷ്കരിച്ച നവോധൻ പദ്ധതി, ആഗ്രോ ക്ലിനിക് മുതലായവ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, ആത്മ കർഷക ഉൽപ്പാദന സംഘങ്ങൾ, VFPCK, ഹോർട്ടിക്രോപ്പ്, കേരള ഗ്രോ ബ്രാൻഡ് ഷോപ്പ്, മില്ലറ്റ് കഫേ, വിവിധ കാർഷിക ബ്ലോക്കുകൾ, കൃഷിക്കൂട്ടങ്ങൾ, ഫാമുകൾ തുടങ്ങിയവയിൽ നിന്നുള്ള വൈവിധ്യമേറിയ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ കേരള എക്സിബിഷനുമായി ബന്ധപ്പെട്ട തീം സ്റ്റാളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ആദ്യം ഖദർ ആപ്പ് രജിസ്ട്രേഷൻ അതിനെ സംബന്ധിച്ചുള്ള ഒരു ലൈവ് ഡെമോയാണ്. പിന്നെ രണ്ടാമതായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മില്ലറ്റ് കഫേ, അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളുടെ സംബന്ധിച്ച ആ ഒരു ഡിസ്പ്ലേ ആണ്. ഇവിടെ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. മൂന്നാമത് കൃഷി വകുപ്പിൻ്റെ ഒരു പുതിയ സംവിധാനമാണ് കേരള ഗ്രോ ബ്രാൻഡ്. കർഷകരും കർഷക കൂട്ടായ്മകളും സ്ഥാപനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ അതിൻ്റെ ന്യൂട്രീഷൻ അനാലിസിസും ഒരു ക്രൈറ്റീരിയകൾ നോക്കി അതിനെ സംസ്ഥാന തലത്തിലുള്ള കേരള ഗ്രോ ട്രേഡ് മാർക്ക് കൊടുത്ത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡിങ്ങാണ് കേരള ഗ്രോ ബ്രാൻഡിങ്. ഇത് തിരമാലകൾ തഴുകിപ്പോകുന്നതിന് സമാനമായ കടലോരത്തിൻ്റെ മിനി വേർഷനിൽ തുടങ്ങി നിരവധി വ്യത്യസ്ത അനുഭവങ്ങളാണ് ടൂറിസം പവലിയനിലുള്ളത്. ബീച്ചും ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ മാതൃകയും പിന്നിട്ട് വരുമ്പോൾ കയറ്റവും ഇറക്കവുമായി മുന്നിലുള്ള പാലം കയറിയെത്തുന്ന സന്ദർശകർ അവരുടെ അനുഭവം ACV ന്യൂസുമായി പങ്കുവച്ചു. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മുടെ പഴയ ജീവിതത്തിലോട്ട് ഓലക്കുടിയിലൊക്കെ കണ്ടപ്പോൾ നമ്മളെ പഴയകാല ജീവിതത്തിലേക്ക് നമ്മൾ പോയ ഒരു അനുഭവമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തപ്പോഴത്തേക്ക് നമ്മളെ അച്ഛനെയും അമ്മയും ഒക്കെ അങ്ങ് ഓർക്കുവാണ്. നമ്മൾ വയലയിൽ അതിനകത്തൊന്ന് ചവിട്ടിയൊക്കെ നോക്കാൻ നോക്കി, പക്ഷെ പറ്റിയില്ല. വയലും കുളവും എല്ലാം പഴയ നെൽകൃഷി എല്ലാം ഓർമ്മ കാണാത്ത ഒരു സംഗതിയാണ് ഇതെല്ലാം. നമ്മളിൽ നിന്നും വിട്ടുപോകുന്ന കാര്യങ്ങളാണ്. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതവും പ്രകൃതിയോട് ഏറ്റവും അടുത്തതുമായ യാത്രാനുഭവം പകരുന്ന കാരവൻ ടൂറിസം അറിയുവാനും ആശ്രാമം മൈതാനത്ത് അവസരമുണ്ട്. കേരളത്തിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളും താമസ സൗകര്യവും വിനോദസഞ്ചാര ആകർഷണങ്ങളും ഇവിടെ അറിയാം. ഇത്തരത്തിൽ ടൂറിസം രംഗത്ത് സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളും നൂതന ആശയങ്ങളും എൻ്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായിട്ടുണ്ട്. ഉത്തരവാദിത്ത ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കുടിൽ വ്യവസായ മാതൃകയിൽ ഗ്രാമീണ ഭംഗിയുള്ള അന്തരീക്ഷവും സജ്ജമാക്കിയിട്ടുണ്ട്.
പോലീസിന്റെ കസബ ജയിൽ മാതൃക, ആയുധ പ്രദർശനം, അഗ്നിരക്ഷാ സേനയുടെ CPR ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ, രക്ഷാപ്രവർത്തന രീതികൾ, ബർമ പാലം മാതൃക എന്നിവ പുതുമയായി. എക്സൈസ് വകുപ്പിന്റെ ലഹരിവിരുദ്ധ ബോധവൽക്കരണം, കിഫ്ബിയുടെ വികസന പ്രദർശനം എന്നിവയും മേളയിലുണ്ടായിരുന്നു. കൊല്ലം ആശ്രാമത്തൊരുക്കിയിട്ടുള്ള എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വ്യത്യസ്ത നിറഞ്ഞതാണ് പോലീസ് സേനയുടെ പവലിയൻ. കസബ പോലീസ് സ്റ്റേഷനിൽ വൈക്കം മുഹമ്മദ് ബഷീർ കിടക്കുന്നത് AI സഹായത്തോടെ ദൃശ്യാവിഷ്കരിച്ചത് കാണികൾക്ക് നവ്യ അനുഭവമാണ് നൽകുന്നത്. ആദ്യകാലങ്ങളിൽ സേനയിൽ ഉപയോഗിച്ചു വന്ന വയർലെസ് സെറ്റുകൾ മുതൽ അത്യാധുനിക സെറ്റുകൾ വരെ സന്ദർശകർക്കായി സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സേനയിലെ ഓരോ ഉദ്യോഗസ്ഥരുടെ യൂണിഫോമും റാങ്കുകളും സൂചിപ്പിക്കുന്ന നക്ഷത്ര ചിഹ്നങ്ങളും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സിവിൽ പോലീസ് മുതൽ IG വരെയുള്ളവരുടെ യൂണിഫോമും നക്ഷത്രങ്ങളും കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമാണ് നൽകുന്നത്. വിരലടയാള വിദഗ്ധ വിഭാഗവും ഫോറൻസിക് വിഭാഗവും കുറ്റാന്വേഷണത്തിൻ്റെ ശാസ്ത്രീയത കാണികൾക്ക് വിശദീകരിച്ച് നൽകുന്നുണ്ട്. ലഹരിക്കെതിരെയുള്ള ഗെയിമും പവലിയനിൽ ഒരുക്കിയിട്ടുണ്ട്. സേനയിൽ ഉപയോഗിച്ചിട്ടുള്ളതും ഇപ്പോൾ ഉപയോഗിക്കുന്നതുമായ തോക്കുകൾ, തിരകൾ, ഗ്രനേഡ് എന്നിവയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. സേനാ അംഗങ്ങൾ ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് സന്ദർശകർക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. കുട്ടികളെ അഡിക്ഷനിൽ നിന്ന് മാറ്റുന്ന ഹോപ്പും ഡിസും ഉൾപ്പെടെയുള്ള സംവിധാനത്തെക്കുറിച്ചും ഓൺലൈൻ ചീറ്റിങ്ങുകൾക്കെതിരെ ബോധവൽക്കരണം നൽകുന്ന സ്റ്റാളും പോലീസിൻ്റെ പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൊല്ലം ജില്ലാ പോലീസിൻ്റെ സ്റ്റാളാണിത്. ഞങ്ങൾ 7 സ്റ്റാളുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ബഷീറിൻ്റെ തടവുകാല ജീവിതം, 1942 തടവുകാല ജീവിതം കസബ പോലീസ് സ്റ്റേഷനിൽ ഉള്ള AI സഹായത്തോടുകൂടി അതിനെ ദൃശ്യാവിഷ്കരിക്കുകയും അതിലൊരു സന്ദേശം മതങ്ങളെല്ലാം ഒന്നാണ്, മനുഷ്യരെല്ലാം ഒന്നാണ്, ഒന്നിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത, സമാധാന ജീവിതത്തിൻ്റെ ആവശ്യകത, അങ്ങനൊരു സന്ദേശം കൂടി അതിൽ ഉൾപ്പെടുത്തിയാണ് ആ ഒന്നാമത്തെ പവലിയൻ. രണ്ടാമത്തേത് നമ്മളെ പോലീസ് കമ്മ്യൂണിക്കേഷൻ, വയർലെസ് കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകളെ സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാളുണ്ട്. ലഹരി വസ്തുക്കളുടെ വിവരണങ്ങൾ ഉൾപ്പെടെയുള്ള ഗെയിമിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ഗെയിം കാർഡ് കിട്ടുന്നവർക്കാണ് തൂക്കുമരത്തിൻ്റെ പ്രവർത്തന മാതൃകയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിൻ്റെ ദൃശ്യ ശ്രവ്യ അനുഭവം നേരിട്ട് മനസ്സിലാക്കാൻ അവസരം ലഭിക്കുന്നത്. ഇതോടൊപ്പം ജയിലിനുള്ളിലെ സെൽ റൂം, കേസിൽപ്പെട്ട ജയിലിനുള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള അന്തേവാസികൾക്കും ബന്ധുക്കൾക്കും കൂടിക്കാഴ്ച നടത്തുന്ന ഇൻ്റർവ്യൂ റൂം, ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസ് വഴി കോടതികളിൽ പ്രതികളെ ഹാജരാക്കുന്നതിൻ്റെ വീഡിയോ കോൺഫറൻസിംഗ് സ്റ്റുഡിയോ എന്നിവയുടെ എല്ലാം മാതൃക ഇവിടെ കാണാം. ജില്ലാ ജയിലിൻ്റെ പ്രവർത്തന മാതൃക കൂടാതെ കൊട്ടാരക്കര സ്പെഷ്യൽ സബ് ജയിലിൻ്റെ ചെറു മാതൃകയും യഥാർത്ഥ തൂക്കുകയർ എന്നിവയെല്ലാം സ്റ്റാളുകളിൽ എത്തുന്നവർക്ക് കാണാൻ കഴിയും. 4ാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിൽ കൊല്ലം ജില്ലാ ജയിൽ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അണിയിച്ചിട്ടുള്ളത് ഒരു ജില്ലാ ജയിലിൻ്റെ വർക്കിംഗ് മോഡലാണ്. ഇതിൽ ഒരു അന്തേവാസി അഡ്മിഷൻ വരുന്നത് മുതൽ അയാൾക്ക് ലഭിക്കുന്ന എന്തൊക്കെ തരം സൗകര്യങ്ങളാണ്, പിന്നെ ഒരു സെല്ലിൽ ലഭിക്കുന്ന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, ഇൻ്റർവ്യൂ റൂമിൻ്റെ മാതൃക, പിന്നെ കൂടാതെ ഇപ്പോൾ നടക്കുന്ന റിമാൻഡ് എക്സ്റ്റൻഷൻ പോലുള്ള VC വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം വഴി നടക്കുന്നത്. പിന്നെ കൂടാതെ നമ്മളൊരു ലഹരി വിമുക്ത ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഗാലോസിൻ്റെ VR വീഡിയോ സഹിതമുള്ള ഒരു വർക്കിംഗ് മോഡൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു ആൻറ്റി ഡ്രഗ്സ് മൂവ്മെൻ്റാണ് അതിൻ്റെ ഒരു തീമെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ തീം സ്റ്റാളിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. ഇതോടൊപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ സന്ദർശകരെ ബോധ്യമാക്കുന്ന ബോധവൽക്കരണ ഗെയിമുകളും സെൽഫി പോയിൻ്റുകളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. ജയിൽ അന്തേവാസികൾ നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങളും ഫർണിച്ചറുകളും വസ്തുക്കളും കളിപ്പാട്ടങ്ങളും തേൻ തുടങ്ങിയവയെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ കഴിയും. കൂടാതെ ജയിലിലെത്തുന്ന ജയിൽ പുള്ളികൾക്ക് ആഹാരം നൽകുന്ന പാത്രങ്ങളും വസ്ത്രങ്ങളും ഗെയിം കളിക്കുവാനുള്ള സൗകര്യങ്ങളും എല്ലാം സെല്ലിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് നിത്യവും ജയിൽ വകുപ്പിൻ്റെ സ്റ്റാൾ സന്ദർശിക്കാനെത്തുന്നത്. മാൻപേടെ ആഴത്തിൽ നിന്നും രക്ഷിക്കുന്നത് തൊട്ട് ചൂരൽ മലയിൽ റോപ്പുകളിലൂടെ രക്ഷിച്ചിറങ്ങുന്ന സേനാ അംഗങ്ങൾ വരെ ഡെമോ ആയി സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിനടിയിലും തീക്കുള്ളിലും ഉപയോഗിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പരിചയപ്പെടുത്താനും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങുന്ന കുട്ടികളെയും മുതിർന്നവരെയും രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താം
എന്നതുൾപ്പെടെയുള്ള നിരവധി പാഠങ്ങളാണ് രക്ഷാസേനാംഗങ്ങൾ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വർഷം അഗ്നിരക്ഷാസേന നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളുടെ ഓർമ്മകളുമായി ചൂരൽമലയുടെ ദൃശ്യവും മണ്ണും മറ്റും വസ്തുക്കൾ ഉപയോഗിച്ച് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ചൂരൽമലയിൽ നടത്തിയ സേവനത്തിൻ്റെ കഥകളും സേനാംഗങ്ങൾ വിവരിക്കുന്നുണ്ട്. കൂടാതെ പണ്ടുകാലത്തെ ഉപകരണങ്ങൾ മുതൽ ആധുനിക ഹൈടെക് ഉപകരണങ്ങൾ വരെ സ്റ്റാളിൽ സുരക്ഷാസേന പരിചയപ്പെടുത്തുന്നുണ്ട്. നിലവിൽ കൊല്ലം ജില്ലയിലെ വിവിധ നിലയങ്ങളിൽ നിന്നുള്ള 10ഓളം ജീവനക്കാരും അതുകൂടാതെ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ ഇത് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫയർ സർവീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുവിധ എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചൂരൽമല അതിനോടനുബന്ധിച്ചൊരു മിനിയേച്ചർ നമ്മുടെ സ്റ്റേഷനിൽ തന്നെ ഒരു ഫയർ റെസ്ക്യൂ ഓഫീസറായ സജി അവർ നിർമ്മിച്ചതാണ്. അതുകൂടാതെ സ്കൂബ, BA, പിന്നെ CPR, ചോക്കിങ്, നമ്മുടെ എക്സ്റ്റിങ്വിഷർ, വിവിധ തരം നമ്മുടെ സേഫ് നോട്ടുകൾ ഇതെല്ലാം ഇതിൽ നമ്മൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാഞ്ചസ്, വിവിധതരം ബ്രാഞ്ചസ്, അതുകൂടാതെ പിന്നീട് ഉപയോഗിക്കുന്ന നമ്മുടെ ഗ്യാസ് ഡിറ്റക്ടേഴ്സ് അതിനെല്ലാം ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വളരെ മികച്ച രീതിയിൽ ജനങ്ങളിൽ നിന്നൊരു പ്രതികരണം ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിനടിയിലോ കെട്ടിടത്തിന് മുകളിലോ അകപ്പെട്ടാൽ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങളെക്കുറിച്ചും അംഗങ്ങൾ വിവരിച്ച് നൽകുന്നുണ്ട്. ഫിഷിങ്ങിനുള്ള ബയോഫ്ലോക്ക്, കൂട് മത്സ്യകൃഷി, റസ്വേ, കല്ലുമേഘ കൃഷി തുടങ്ങിയവയാണ് പ്രധാനമായും സ്റ്റാളിൽ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ വശങ്ങളും വലകളാൽ ചുറ്റപ്പെട്ട കൂടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് കുറഞ്ഞ വിസ്തൃതിയിൽ കൂടുതൽ സാന്ദ്രതയിൽ മത്സ്യം വളർത്തുന്ന കൃഷിരീതിയാണ് കൂടുകളിലെ മത്സ്യകൃഷി. ബയോഫ്ലോക്ക്, റസ്വേ എന്നിവയിൽ മാലിന്യം അരിച്ചെടുക്കാൻ സാധിക്കുന്നതിലൂടെ വീണ്ടും ജലം മാറ്റാതെ തന്നെ മത്സ്യകൃഷി ചെയ്യാൻ കഴിയും. ഫിഷറീസ് വകുപ്പിൻ്റെ സബ്സിഡി ഈ കൃഷിരീതികൾക്ക് ലഭിക്കും. പൊതുവിഭാഗത്തിന് 40%, സ്ത്രീകൾക്ക് 60%മാണ് സബ്സിഡി. കള്ളൽ ട്രെട്ര, ഏഞ്ചൽ ഫിഷ്, കരിമീൻ തുടങ്ങി ഒട്ടനവധി അലങ്കാര മത്സ്യങ്ങളും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ജീവൻ രക്ഷാ ഉപകരണങ്ങളും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളും മാത്രമായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ ലൈഫ് ജാക്കറ്റ്, നമുക്ക് നമ്മുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ലൈഫ് ബോയ്, അത് ഒന്നിലധികം ആളുകൾക്ക് നമുക്ക് ഉപയോഗിക്കാം. പിന്നെയുള്ളത് കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളാണ്. ഇത് നമ്മുടെ വയർലെസ് ആണ്, PHF. നമുക്ക് ബോട്ട്, കൂടുതലും മറൈൻ ബോട്ടുകളിലൊക്കെയാണ് ഇത് വരുന്നത് കൂടുതലും. പിന്നെ ഉള്ളത് GPS ആണ്, നമ്മുടെ പൊസിഷൻ അറിയാനും ആഴക്കടലുമായിട്ട് ബന്ധപ്പെട്ടാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ നൈറ്റ് വിഷനോട് ഡേ വിഷനും ബൈനോക്കുലേഴ്സ് ആണ് ഇതുമായിട്ട്. പിന്നെ ഫയർ എക്സ്റ്റിങ്വിഷർ, ഇതെല്ലാം ആഴക്കടലുമായിട്ട് ബന്ധപ്പെട്ടും മത്സ്യബന്ധന ഉപകരണങ്ങളുമായിട്ട് വരുന്നതാണ്. മുപ്പല്ലിക്കൂട്, കരിമീൻ പെട്ടി, കോരിവല, GPS, EPI, RB തുടങ്ങി ഫിഷിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഉപകരണങ്ങളുടെയും ജീവൻ സുരക്ഷാ ഉപാധികളുടെയും മത്സ്യ ഫെഡ്ലൈറ്റ് ഫാക്ടറി മിനിയേച്ചർ മോഡലിങ്ങിൻ്റെയും പ്രദർശനവും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പേരാണ് നിത്യവും സ്റ്റാൾ സന്ദർശിക്കുവാൻ എത്തുന്നത്. ഇവിടെ മെയിനായിട്ട് കരിമീൻ, കൈതക്കോര, ഏഞ്ചൽ, കാർപ്പ്, ടെട്ര, ആൽബിനോ, ജിയോഫാഗസെറ്റി ഇതൊക്കെയാണ് ഉള്ളത്. മെയിനായിട്ട് കരിമീൻ്റെ കൃഷിയാണിത്. മെയിനായിട്ട് കരിമീൻ്റെ കൃഷിയാണ്. പിന്നെ ഈ ബയോഫ്ലോക്കിൽ ഇട്ടേക്കുന്നതൊക്കെ അനാബസാണ്. പിന്നെ കാർബ്, അത് കരിമീൻ്റെ, അത് കേജ് കൃഷിയിലെ കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. വനത്തെക്കുറിച്ചറിയുവാനും വന്യജീവികളെ കുറിച്ച് പഠിക്കുവാനും സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും അറിയുവാനും വനം വന്യജീവി വകുപ്പിൻ്റെ സ്റ്റാൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി. വന്യജീവികളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന മോഷൻ സെൻസർ ക്യാമറയും അതിൻ്റെ പ്രവർത്തനങ്ങളും സ്റ്റാളിൽ വിവരിച്ച് നൽകുന്നുണ്ട്. ക്യാമറ ഘടിപ്പിക്കുന്ന രീതികളെക്കുറിച്ചും അതിലെ വിഷ്വലുകൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സ്റ്റാളിൽ വിവരിച്ച് നൽകുന്നുണ്ട്. കൂടാതെ സർപ്പ ആപ്പിൻ്റെ പ്രവർത്തനങ്ങളും ഉരകങ്ങളെ പിടികൂടുന്ന ഉപകരണങ്ങളും അതിൻ്റെ കിറ്റും കാണികൾക്ക് സ്റ്റാളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. വന്യജീവികളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിനുള്ള പുറംചട്ടയും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ജീവികളെ വനത്തിൽ കൊണ്ടുവിടുന്നതിനുള്ള കൂടുകളും പ്രദർശനത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വന്യജീവികളെക്കുറിച്ച് അറിയുന്നതിനുള്ള ലഘു വിവരണവും സ്റ്റാളിൽ നൽകുന്നുണ്ട്.
ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ ട്രാപ്പാണ്. ഇത് മോഷൻ സെൻസറാണ്. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ആനിമലിൻ്റെ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ മരങ്ങളുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മരങ്ങളിൽ ടൈ ചെയ്ത് വെക്കുക ചെയ്യുന്നത്. അതിനുശേഷം മെമ്മറി കാർഡ് ഇതിനകത്ത് തന്നെ ഉണ്ട്. മോഷൻ സെൻസർ ആയതുകൊണ്ട് ഏത് അനിമൽ കടന്നു പോയാലും സെൻസ് ചെയ്യുകയും ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയും ചെയ്യുന്നു. ഇതിനകത്ത് മെമ്മറി കാർഡ് നമ്മൾ ടൈംലി ഇത് മെമ്മറി കാർഡ് എടുത്ത് അതിനകത്തുള്ള പിക്ചർ നോക്കിയിട്ടാണ് ആനിമൽ അവിടെ ഉണ്ടെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. വിജ്ഞാനപ്രദവും രസകരവുമായ കാഴ്ചകൾക്കൊപ്പം വ്യത്യസ്ത സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി. ലക്ഷങ്ങളാണ് ജനകീയോത്സവം കാണാൻ ആശ്രാമം മൈതാനിയിൽ തടിച്ചുകൂടിയത്. ആശ്രാമം മൈതാനത്ത് അജീഷ് കോട്ടയവും സംഘവും അരങ്ങു തകർത്തപ്പോൾ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലേക്ക് ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. മ്യൂസിക്കുകൾ, വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു പരിപാടി ആരംഭിച്ചത്. അനുഗ്രഹീതരായ 25ലധികം കലാകാരന്മാരാണ് ഷോയിൽ പങ്കുചേർന്നത്. സ്കിറ്റുകളും മിമിക്രി ഷോയും സദസ്സിൽ പടർത്തിയ ചിരി പിന്നീട് പൊട്ടിച്ചിരിയായി. ഓരോ ഗാനത്തെയും നൃത്തത്തെയും കരഘോഷത്തോടെയാണ് കാണികൾ ഏറ്റെടുത്തത്. കുട്ടികളും യുവാക്കളും മുതൽ പ്രായമായവർ വരെ താളത്തിനൊപ്പം ചുവട് വെച്ചതോടെ മൈതാനം ആഘോഷലഹരിയിൽ ആറാടി. ആശ്രാമം മൈതാനത്തെ തുറന്ന വേദിയിൽ നിന്ന് ഭദ്ര റജിനും സുധീവ് പലനാടും ചേർന്ന് പാട്ട് വഴികളിലേക്ക് സഹൃദയ മാനസങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. കാലഘട്ടങ്ങളെ സംഗീതത്തിലൂടെ അവതരിപ്പിച്ച സ്റ്റോറി ടെല്ലർ ബാൻഡ് പ്രായത്തിൻ്റെ വരമ്പുകളെയാണ് മാറ്റിവരച്ചത്. കർണാടക സംഗീതവും മലയാളത്തിലെ നിത്യഹരിത ഗാനങ്ങളും തമിഴ് പാട്ടുകളും നാടക പാട്ടുകളും പുതിയ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചപ്പോൾ ആവേശത്തിനുമാണ് ബുദ്ധി. സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രം 96-ലെ കാതലേ കാതലേ മെലഡി മുതൽ ഫാസ്റ്റ് നമ്പർ സോങ്ങുകൾ വരെ ശ്രുതിസാന്ദ്രമായി ഇഴചേർന്ന് ഇമ്പമാർന്ന രാവിനെ മിഴിവായി. എൻ്റെ കേരളം മേളയിൽ ആസ്വാദകരെ കൂടെ കൂട്ടി പാട്ടുസദ്യ വിളമ്പി അൽഫോൺസ് ജോസഫും പാട്ടുകുടുംബവും. കാണികളുടെ പാട്ടറിവ് ഇടകലർത്തി വേറിട്ട സംഗീതരാവാണ് കൊല്ലത്തിന് വിരുന്നായത്. റോക്ക് സംഗീതത്തിൻ്റെ സുവർണകാലം ആരോമല എന്ന പാട്ടിലൂടെ അരങ്ങിൽ ഗൃഹാതുര അലകൾ തീർത്തു. ഗായകനും സംഗീത സംവിധായകനുമെന്ന ദ്വന്ദ്വ അൽഫോൺസോൻ്റെ സംഗീത പരിപാടിക്ക് ഇരട്ടി മധുരമായി.
ഫിലിമി ബീറ്റ്സ് പരിപാടിയിൽ മലയാളം, തമിഴ്, ഹിന്ദി ഹിറ്റ് ഗാനങ്ങളും ഇടകലർത്തി ആണ് അവതരിപ്പിച്ചത്. വികസന തുടർച്ചയുടെ സർക്കാരാണിതെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ജനക്ഷേമത്തിലും രാജ്യത്തിൻ്റെ മുന്നിലാണ് കേരളം. ദരിദ്രരില്ലാത്ത സംസ്ഥാനമായി കേരളം ഈ വർഷം മാറും. സ്ത്രീ ശാക്തീകരണത്തിലും മികച്ച മാതൃകയായി സാമൂഹിക സാമ്പത്തിക രംഗത്തേക്ക് വനിതകളെ കൈപിടിച്ചുയർത്തിയതായും മന്ത്രി പറഞ്ഞു. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു. സർക്കാർ പ്രവർത്തനങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ പൊതുജനങ്ങളെ സഹായിക്കും വിധമാണ് മേള സംഘടിപ്പിച്ചതെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. ഗവൺമെൻറ്റിൻ്റെ 2ാം വാർഷികം, അതിൻ്റെ 4ാമത് വാർഷികം വളരെ വിപുലമായ നിലയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇന്ന് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ജില്ലകളെടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ മെച്ചമായ നിലയ്ക്ക് അതാത് ജില്ലകളിൽ അവിടുത്തെ സൗകര്യത്തിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ വിവിധ മേഖലകളിലെ ആൾക്കാരെ പങ്കെടുപ്പിക്കുവാനും, പ്രത്യേകിച്ച് നമുക്കറിയാം കേരളത്തിലെ എല്ലാ വകുപ്പുകളും ഒന്നിച്ച് യോജിച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞ 8 വർഷക്കാലത്തിലധികമായി കേരളത്തിൽ നടപ്പിലാക്കിയ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ജനങ്ങളുമായി ചർച്ച നടത്തിയാണ് നാടിൻ്റെ പുരോഗതി ഉറപ്പാക്കുന്നതെന്ന് അധ്യക്ഷനായ ധനവകുപ്പ് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തെ ആദ്യമായി 2 ട്രില്യൺ ബജറ്റിലെത്തിക്കാൻ കഴിഞ്ഞതായും തനത് വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞതായും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മികച്ച തീം സ്റ്റാളുകൾ, വിപണന സ്റ്റാളുകൾ എന്നിവയ്ക്കുള്ള സമ്മാനങ്ങളും റീൽസ് മത്സര വിജയി ആതിര ബി അശോകിനും ശുചിത്വ മിഷൻ നടത്തിയ കിസ് മത്സരത്തിലെ മെഗാ വിജയി രാഹുൽ മോഹനും അവാർഡ് നൽകി. മേയർ ഹണി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ, ജില്ലാ കളക്ടർ N ദേവിദാസ്, സബ് കളക്ടർ നിഷാന്ത് സിഹാര, ADM G നിർമ്മൽകുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണൻ, PRD ഡെപ്യൂട്ടി ഡയറക്ടർ KS ശൈലേന്ദ്രൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ L ഹേമന്ത് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. കൊല്ലത്ത് നടന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപന വേദി കൂടിയായി മാറി. ചിട്ടയായ പ്രവർത്തന ശൈലിയിലൂടെ സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങൾ അടുത്തറിയാൻ കൊല്ലം നിവാസികൾക്ക് എൻ്റെ കേരളം മേളയിലൂടെ സാധിച്ചു.